ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ് വണ്ടി, ആക്റ്റീവ് വെച്ചിട്ട് സർവീസായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റുക, വാട്ടർ സർവീസ് ചെയ്യുക, മിറർ റൈറ്റ് സൈഡിൽ മിറർ ലൂസായി കിടക്കണം, അപ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്യാം. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് വണ്ടിക്ക് ഒരു വലിയ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ക്ലച്ച് സൈഡിൽ ഇതൊരു സൗണ്ട് വേരിയേഷൻ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പിന് വേണ്ടി വണ്ടി കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ ബ്രേക്ക് ലൈനർ നോക്കുമ്പോൾ കമ്പനി ലൈനർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രേക്ക് ക്യാം അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് ലൈനർ ക്ലീൻ ചെയ്തിടാം. പിന്നെ ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റൊക്കെ ചെക്ക് ചെയ്ത് നിലയിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, അതേപോലെ തന്നെ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ പുതിയ ഫിൽറ്റർ കിടക്കണേ, കമ്പനി ഫിൽറ്റർ തന്നെയാണ് കിടക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്ലച്ച് സൈഡും കൂടി നമ്മൾ അഴിക്കുന്നുണ്ട്. ക്ലച്ച് സൈഡ് അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഈ വീലുകൾ, വേരിയേറ്റർ ബോഡി എന്ന് പറയുന്ന ഈ വീല് ഡാമേജ് ആണ് കേട്ടോ. അതിൻ്റെയാണ് ആ വലിയ കുറവ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഈ സൈഡ് അത്യാവശ്യം ഈ വീലും ഈ ബുഷും തമ്മിൽ നല്ല പ്ലേ കാണിക്കുന്നുണ്ട്. തുരുമ്പിട്ട് നല്ലൊരു പ്ലേയിലേക്ക് ആയിട്ടുണ്ട്. തന്നെയല്ല നമുക്ക് അതിൻ്റെ ഈ റോളർ സെറ്റും ഓൾറെഡി കംപ്ലൈൻറ്റ് ഉണ്ട്. റോളർ സെറ്റ് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് കോട്ടിങ് സൈഡൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡൊക്കെ ചേര പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ മാറ്റി റീസെറ്റ് ചെയ്യേണ്ട ടൈമാണ്. ഈ വീല് ബുഷ്, അതേപോലെ തന്നെ ഈ 6 റോളർ സെറ്റ്, ഈ ബുഷ് എന്ന് പറയുന്ന പീസ് സെറ്റ് സ്ലൈഡ്, ഈ യൂണിറ്റ്, ഇത്ര ഐറ്റമാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മാറ്റിയിട്ട് തന്നെ കേട്ടോ. ഇത്ര ഐറ്റം മാറ്റി ഇടണം. പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റേതായിട്ടുള്ള വലിയ കുറവ് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. തന്നെ ഇനി അങ്ങോട്ട് പോകുന്നതോറും ഇതിൻ്റെ കംപ്ലയിൻറ്റ്സ് പെട്ടെന്നായിരിക്കും കൂടുക. പിന്നെ അതേപോലെ ബാക്കിലത്തെ വീല്, ഇത് പുതിയ വീലാണ്, വലിയ പഴക്കമായിട്ടില്ല. പക്ഷേ നമുക്കിവിടെ തുരുമ്പിൻ്റെ ഒരു പ്രസൻസ് കണ്ടതുകൊണ്ട് നമ്മൾ കൂട്ടത്തിൽ കിടന്ന് അത് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്തു. ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്, പുതിയ ബെൽറ്റാണ്. അപ്പോൾ ക്ലച്ചിലാതെ നമുക്ക് ആ വീലുകളുടെ ഡാമേജാണ്. അപ്പോൾ അത് നമ്മൾ വീല് ബുഷ് കാര്യങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗം ഓക്കെ ആയിക്കോളും. പിന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ഹെഡിൻ്റെ ഭാഗത്ത് വേറെ പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ കംപ്ലയിൻസ് ഒന്നും കാണിക്കുന്നില്ല. ചോക്ക് കേബിൾ, ഐസൊലേറ്റർ കേബിളൊക്കെ ഓൾറെഡി ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷ് സെറ്റ് നമ്മൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ബുഷുകൾ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല, ഗ്രീസ് ചെയ്താൽ മതി. പിന്നെ ബാറ്ററി നോക്കുമ്പോൾ 2021 മോഡൽ ബാറ്ററിയാണ്. വോൾട്ട് കാണിക്കുമ്പോൾ 13 കാണിക്കുന്നുണ്ട്. ലോഡ് ചെയ്യുമ്പോൾ, ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 8.5 വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഓക്കെ ആണെങ്കിലും എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാം. ആ ഒരു സ്റ്റേജിലാണ് ബാറ്ററിയുടെ അവസ്ഥ. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ പുതിയ ലൈനറാണ്, കമ്പനി ലൈനറാണ്, ഉപയോഗിക്കാനുണ്ട്. ഫ്രണ്ട് വീൽ ബെയറിങ് കുഴപ്പമില്ല, ടയറും ഓക്കെയാണ് കേട്ടോ. കോൺസെപ്റ്റ് ചെറിയൊരു ലൂസ് ഉണ്ട്, അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് വിടാം. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പുതിയ പ്ലഗ്ഗാണ് കിടക്കണേ. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് മൊത്തം പൊടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് മാറ്റിയിട്ടേക്കാം. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും വർക്കാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണത്. സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് എല്ലാം തന്നെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റും വീഡിയോ സഹിതം വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ.